Dear students, today we can discuss the various auditing techniques applied in their auditing procedures. First of all, we can discuss what you mean by auditing technique. First of all, is the evidence. It is an evidence are very important for the auditor to perform an opinion regarding the financial statement. So, if the auditor failed to collect proper evidence, it will reduce the reliability of audit report. So, the method of collecting evidence is called audit procedure അല്ലെങ്കിൽ audit technique എന്നൊക്കെ പറയാം അല്ലേ. So, auditing techniques are the devices which are adopted in applying the basic principles and auditing standard. So the techniques of auditing are device or method through which an auditor conduct his audit work to obtain the maximum പെർഫെക്ഷൻ. ഓക്കെ, ഒരു ഓഡിറ്റർ അയാൾക്ക് മാക്സിമം പെർഫെക്ഷനിൽ ഒരു വർക്ക് ചെയ്യാൻ ഏതൊക്കെ പ്രൊസീജിയറാണ് എടുക്കുന്നത്, ഏതൊക്കെ ഇതാണ് കളക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് ടെക്നിക്സ് പറയുന്നത്. സോ ദ ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ ഡിവൈസ് ഓർ മെത്തേഡ് ത്രൂ വിച്ച് ആൻ ഓഡിറ്റ് കണ്ടക്ട് ഫോർ ഈസ് ഓഡിറ്റ് വർക്ക്. ഓക്കെ, സോ ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് അയാൾ ഉപയോഗിക്കുന്നത് ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓഡിറ്റിംഗ് ടെക്നിക്കും ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പറയുന്നുണ്ട്. മെയിനായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് പ്രിൻസിപ്പിൾസും ടെക്നിക്കും തമ്മിൽ. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് each and every one. First one, concept. On the basis of concept, auditing principles and auditing technique can differentiate is that first one, auditing principle, the concept is basic rules and as per the rules in the books of account are audited. Okay, ഇവിടുത്തെ റൂളിലാണോ ഈ ഓഡിറ്റിംഗ് വർക്ക് നടക്കുന്നത്, അതാണ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്, ആ കോൺസെപ്റ്റ്. എന്നാൽ ഓഡിറ്റിംഗ് ടെക്നിക്ക് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് അഡോപ്റ്റഡ് ബൈ എൻ ഓഡിറ്റർ. ഏത് ഡിവൈസാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചിട്ടാണ് ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ് ഇത് ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്നുള്ളത്. ഓക്കെ, നേച്ചറിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ചസ് വരില്ല. എന്നാൽ ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്താണ്, നോൺ കോൺസ്റ്റൻ്റ് ആണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരും. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻസ് പറഞ്ഞാൽ ചാൻസ് ഫോർ ചേഞ്ചിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഇറ്റ് ഈസ് എ റിമൈൻ കോൺസ്റ്റൻറ്റ്, ദർ ഇസ് നോ ചേഞ്ച് ഈസ് ദർ ആൻഡ് നോ ചേഞ്ച് ഫ്രം ദി പീരിയഡ് ടു പീരിയഡ്. ഓരോ ടൈം പീരിയഡ് കഴിയുന്തോറും എന്ത് വരുന്നില്ല, അതിൽ ചേഞ്ചസ് വരുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്, ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് ടെക്നിക്കിലാണെന്നുണ്ടെങ്കിലോ ടെക്നിക്സ് ചേഞ്ച് ഫ്രം പീരിയഡ് ടു പീരിയഡ് ആൻഡ് ബിസിനസ് ടു ബിസിനസ്. ഓരോ ടൈം പീരിയഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിംഗ് ടെക്നിക്സ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബിസിനസ് ഫേമിന് വ്യത്യസ്ത തരത്തിലുള്ള ഓഡിറ്റ് ടെക്നിക്സ് ആണ് അഡോപ്റ്റ് ചെയ്യാറെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല, ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ടു ചേഞ്ച് ആൻ ഓഡിറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഹിസ് വിൽ. അതിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആൻ ഓഡിറ്റർ അറ്റ് ഹിസ് വിൽ കനോട്ട് ബി ചേഞ്ച് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, അവിടെ ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. ഓഡിറ്റർ ആൻഡ് ഹിസ് വിൽ കനോട്ട് ബി ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ് ടെക്നിക് ആൻഡ് ഓഡിറ്റേഴ്സ് അറ്റ് ഹിസ് വിൽ ക്യാൻ ചേഞ്ച് ദ ടെക്നിക്. ഓഡിറ്ററിന് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ചേഞ്ചസ് ആക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട് എന്നാണ് പറയുന്നത്. മറ്റോടത്ത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും ഒന്നും. എന്നാൽ എൻഡ് ആൻഡ് മീൻസിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് അറ്റ് ദി എൻഡ്. മറ്റോടത്താണെന്നുണ്ടെങ്കിൽ ടെക്നിക്സ് ആർ ദ മീൻസ് ഓഫ് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അൻ ഓഡിറ്റ്. ദ ലാസ്റ്റ് ഡിഫറൻസ് ഈസ് കോംപ്ലിമെൻ്ററി. ഇൻ ദി കേസ് ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ, വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഷുഡ് ബേസ് ഓൺ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കോംപ്ലിമെൻ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് വർക്ക് ഓഫ് ദ ഓഡിറ്റിംഗ് ഷുഡ് ബി ബേസ്ഡ് ഓഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഫണ്ടമെൻ്റൽ ബേസിലായിരിക്കണം, പ്രിൻസിപ്പിളിൻ്റെ ബേസിലായിരിക്കണം ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യേണ്ടതെന്നാണ് ഓഡിറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണെങ്കിൽ ടെക്നിക്സ് ആർ ദ ഡിവൈസ് അഡോപ്റ്റഡ് ബൈ ഓഡിറ്റർ ടു അപ്ലൈയിങ് ദി പ്രിൻസിപ്പിൾ. ആ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് എന്താണ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻ്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ വൗച്ചിങ് ആണ്. Auditor is a different kinds of audit for using the quite large number of auditing techniques. Okay, so the main auditing techniques are, we can discuss first one, vouching.
Vouching എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the auditor is verify accounting transaction with a documentary evidence. ഓഡിറ്റർ എന്ത് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു കറക്റ്റായിട്ടുള്ള എവിഡൻസ് നോക്കിയിട്ടാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് വൗച്ചിങ്. അതിനെ ആ ഡോക്യുമെൻ്ററീസ് എവിഡൻസ് ഒക്കെ എടുത്ത് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. ത്രോ ദി വൗച്ചിങ് ദ ഓഡിറ്റർ വെരിഫൈ ദി അതോറിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ദി റെക്കോർഡ്സ്. അവിടെ ഒതൻറ്റിസിറ്റി അതോറിറ്റി നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. സോ വൗച്ചിങ് മീൻസ് ഇസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ റിലേറ്റിംഗ് ടു ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഇൻവോയ്സ്, റെസിപ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കറസ്പോണ്ടൻറ്റ് മിനിറ്റ്സ് ആൻഡ് എക്സെട്ര. So the vouching is done with the view to prove the accuracy and authenticity of the entry in the books of account. Vouching എന്തിനാണ് നടത്തുന്നത്, നമ്മൾ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു അക്യുറസി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൗച്ചിങ് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഓഡിറ്റിംഗ് ടെക്നിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് കൺഫർമേഷനാണ്. ഓക്കെ, കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു മേക്ക് ദ ഷുവർ ദാറ്റ് ഒതൻറ്റിസിറ്റി and accuracy and validity of the transaction made by the organization. Okay, so the auditor contrasts and related parties such as officials through the interviews, creditors and through the correspondence. So that it replies from those related parties for the transaction would be key and the auditor to confirm the transaction. This technique is widely used by the auditor. Confirmation. Okay, confirmation is a technique used by an auditor to validate the correctness of the transaction. For example, an auditor obtained a written statement directly from the debtor to confirm that debtor balance is appeared in the books of ക്ലയൻറ്റ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓഡിറ്റർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കൺഫർമേഷൻ. അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൺഫർമേഷൻ ചോദിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ് നമ്മൾ ചോദിക്കാൻ എത്രത്തോളം ഉണ്ട്, അത് നമ്മൾ കൺഫർമേഷൻ വരുത്താണ്. ഓക്കെ, നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എത്ര ക്യാഷ് കളക്ട് ചെയ്യാൻ കിട്ടാനുണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്, അതിനെ ഒക്കെ അറിയാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നൊരു ആയിട്ടാണ് എന്ത് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് റീകൺസിലേഷനാണ്. റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ആർ റിമൂവ്ഡ് ബൈ ദ പ്രിപ്പയറിംഗ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണോ? റീകൺസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് പറയുന്നത് ഓഡിറ്റർ ടു നോ ദ റീസൺ ഫോർ ഡിഫറൻറ്റ് ഇൻ ബാലൻസ്. ഫോർ എക്സാമ്പിൾ, ടു നോ ദ ഡിഫറൻസ് ഇൻ ദ ബുക്സ് ബാങ്ക് ബുക്ക് ആൻഡ് ദ ക്ലൈൻറ്റ് ആൻഡ് ദ ബാങ്ക് ബാലൻസ് ആസ് അപ്പിയർഡ് ഇൻ ദ bank statement or passbook. So the auditor prepare the reconciliation statement. For the same method may be used for the debtor and creditor etc. Okay, reconciliation എന്ന ടെക്നിക്ക് എടുത്തുന്നത് എന്തിനാണ്, രണ്ടിലും ചേർത്തിട്ടുള്ള ഡിഫറൻസ് കാണാണ്, ടു ഫിഗേഴ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് കാരണത്താലാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്ക് ബാലൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിലും ഒറിജിനലും തമ്മിൽ എന്തുണ്ട്, രണ്ട് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, റീകൺസിലിയേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം റീകൺസിലിയേഷൻ ടെക്നിക്ക് ആയിട്ട് മെയിനായിട്ട് അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ പ്രിപ്പയറിങ് ദ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് ചെക്കിംഗ് എന്നൊക്കെ പറയും ടെസ്റ്റിങ്ങിനെ. ഇറ്റ് ഈസ് എ ലാർജ് ബിസിനസ്. ഇൻ ദി ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ദർ ആർ നമ്പർ ഓഫ് ദ ട്രാൻസാക്ഷൻ. അല്ലേ, ഒരു വലിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താകും, കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഓരോ ട്രാൻസാക്ഷനും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് സാമ്പിൾ എടുക്കും. സോ ദ സാമ്പിൾസ് ആർ സെലക്റ്റഡ് ഫോർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ ആൻഡ് ദ ടെസ്റ്റ് ചെക്കിംഗ് ഈസ് എ ടെക്നിക് യൂസ് ടു ടെസ്റ്റ് ദ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഐറ്റം ഓഫ് എ ടു ഡ്രോ എ കൺക്ലൂഷൻ അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓൾ ദി ഐറ്റം. ഓക്കെ, അപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ സെലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസാക്ഷൻ ഔട്ട് ഓഫ് ദ ഓൾ അക്കൗണ്ടിങ് ഡാറ്റ ടു ഡ്രോ ഓൺ ദി കൺക്ലൂഷൻ അബൌട്ട് ദി ഓൾ ഐറ്റം. ഓക്കെ, എന്ന് വെച്ചിട്ട് നമുക്കറിയാം നമ്മൾ ബിസിനസ് ലാർജ് ബിസിനസ് ആകുമ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് എല്ലാ ഐറ്റവും എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് എന്ത് എടുക്കും, സാമ്പിളായിട്ട് ഒന്നോ രണ്ടോ എടുത്തിട്ട് മൊത്തത്തിൽ കൺക്ലൂഷൻ ചെയ്യാറാണ് ഇവിടെ പതിവ്. ഓക്കെ, അതാണ് ടെസ്റ്റിംഗ് എന്നുള്ള ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. ദെൻ അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ ഓഫ് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ദ ടാഞ്ചിബിൾ അസറ്റ് ആസ് അപ്പിയർഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ലൈക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര എക്സെട്ര. ഓക്കെ. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഐറ്റവും അതുപോലെ തന്നെ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ, അപ്പം ബാങ്ക് ബാലൻസ് എത്രത്തോളം ഉണ്ട്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തതും മറ്റതും തുല്യമാണോ, ഒറിജിനൽ ഉള്ളതും തുല്യമാണോ, അതുപോലെ തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ബിൽഡിങ്ങിൻ്റെ കണക്ക് തന്നെയാണോ ഒറിജിനൽ ഉള്ളത്. ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാമിനേഷൻ നടത്തുക, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുക, അത് ഉണ്ടോ ഇല്ലേന്ന് നോക്കുകയാണ്. സോ ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഐറ്റം ക്യാൻ ബി വെരിഫൈഡ് ബൈ ദി ഫിസിക്കൽ എക്സാമിനേഷൻ ഡൺ ബൈ ദി ഓഡിറ്റർ. ഓക്കെ. അതാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതാണ് അനാലിസിസ്. Analysis technique used by an auditor to segregate the important fact of further study for the relationship. Okay. Analysis of financial statement വരുന്നുണ്ട്. Analysis of financial statement പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a technique used by an auditor to establish in the relationship between two factors. Okay. So this technique is used by an auditor to establish the relationship between two factors. രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്, നമ്മുടെ അനാലിസിസ് ഒക്കെ ഉപയോഗിക്കുന്നത്. So accounting for the purpose the auditor use the accounting ratios are generally used. Okay. So the ratios generally used are profitability ratio and liquidity ratios and solvency ratios and average collection period ratio etc. and etc. So to test the profitability and capacity and efficiency of the firm. Okay. Then next one, scanning. സ്ക്രൂട്ടിനി ഓർ സ്കാനിങ് എന്ന് പറയും. ബൈ സ്കാനിങ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻ എക്സ്പീരിയൻസ് ഓഡിറ്റർ ക്യാൻ ഐഡൻറ്റിഫൈ ദോസ് എൻട്രീസ് വിച്ച് വുഡ് റിക്വയർ ഹിസ് അറ്റൻഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സ്ക്രൂട്ടിനി ഓഫ് ദി അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ സ്കാനിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഓഡിറ്റർ എന്തിനാണ് വേണ്ടിയിട്ടാണ്, ടു വെരിഫൈ ദ ബുക്സ് ഓഫ് account very quickly and merely for the scanning nature of account by verifying the books of account. books of account വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. സോ ദ ഓഡിറ്റർ ക്യാൻ ഡിസൈഡ് വെദർ ദ ട്രാൻസാക്ഷൻസ് ആർ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്ലി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്കാനിങ് നടത്തുമ്പോൾ നമുക്ക് ഓഡിറ്റർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും അവിടെയുള്ള ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ടാണോ നടത്തിയിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സ്കാനിങ് എന്ന ടെക്നിക്ക് ഓഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എൻക്വയറി. ഓക്കെ. എൻക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു കളക്ട് ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ അബൌട്ട് എനി ട്രാൻസാക്ഷൻ. ഓക്കെ. അപ്പോൾ എൻക്വയറി എന്തിനാണ് നടത്തുന്നത്, ഇഫ് ദൻ ഓഡിറ്റർ is not completely satisfied with the transaction and he can inquire with the responsible official of the client. So the more detail of information can be obtained by this using the technique. Okay. അപ്പോൾ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിച്ചിട്ട് അയാൾക്ക് അത് എന്ത് ചെയ്യാനില്ല, അയാൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനോ അവിടുത്തെ സ്റ്റാഫിനോട് എന്ത് ചെയ്യാം, മോർ എൻക്വയറി ചോദിക്കുക അതിനെക്കുറിച്ചിട്ട്. ആ ടെക്നിക്കാണ് ഇത് പറയുന്നത്, എൻക്വയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് മെത്തേഡ് യൂസ് ടു കളക്ട് ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ അബൌട്ട് ദി എനി ട്രാൻസാക്ഷൻസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, വെരിഫിക്കേഷൻ ആൻഡ് പോസ്റ്റിംഗ്. ഓക്കെ. വെരിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റിംഗിൽ പറഞ്ഞത് ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദ പോസ്റ്റിംഗ് ഇൻ ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്. സോ ദ വെരിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റിംഗ് ഈസ് നീഡ് ടു എസ്റ്റാബ്ലിഷ് for the authenticity and correctness of the records of books of account. Okay. വെരിഫിക്കേഷൻ നടത്തുന്നതിനാണ് പോസ്റ്റ് അവിടുത്തെ റെക്കോർഡ്സ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, കറക്റ്റ് വേയിലാണോ, ഫെയർ മാനറിലാണോ അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ കറക്റ്റ്നെസ് ഓഫ് ദ പോസ്റ്റിംഗ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ആൾസോ വെരിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റിംഗ് നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എന്തിനു വേണ്ടിയിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുക, ഫോർ ഒതൻറ്റിസിറ്റി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദ റെക്കോർഡ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കറക്റ്റായിട്ടാണോ ഫെയർ മാനറിലാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. ദെൻ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ എൻ ഓഡിറ്റർ ടു ഡിറ്റർമൈൻ ദ സ്റ്റേജസ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ദ ജനറേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ ഓൾ ലെവൽ ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ. ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നതിനാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം ഫ്ലോ ചാർട്ടിനെ, അല്ലേ. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് വേരിയസ് ഇവൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് എ ഡിഫറെൻറ്റ് പീരിയഡ്.
ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് പീരിയഡിൽ നടന്നിട്ടുള്ള റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്നുള്ള ടെക്നിക്ക് പറയുന്നത്. ഓക്കെ, സോ the graphical representation of result of various events of the organization of different periods. So the sales, profit, performance are represented by the using the flowchart technique. Okay, flowchart technique ഉപയോഗിച്ചിട്ട് ആ വർഷത്തെ അവരുടെ സെയിൽ എത്രത്തോളമാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാണ്, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ട് കാണിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. ദെൻ ഒബ്സർവേഷൻ, അടുത്തൊരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ത്രൂ ദ ഒബ്സർവേഷൻ ഓഡിറ്റർ ക്യാൻ ഗെറ്റ് ഐഡിയ അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ദ പ്രോസസ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, അയാൾക്ക് അവിടുത്തെ ചുറ്റുവട്ടം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒബ്സർവിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ പ്രോസസ്സ് റിലയബിൾ ആണോ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഒബ്സർവേഷൻ ടെക്നിക്ക് പറയുന്നത്. So the auditor observe or witness that the time the physical stock taking conducted by the staff and at the end of the period, and he have to satisfy that stock taking is done properly. Okay, ഒബ്സർവേഷൻ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻ നടത്തുന്നത് പ്രോപ്പർ മാനറിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ഒബ്സർവേഷൻ എന്നുള്ള ടെക്നിക്ക് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. ഓക്കെ, താങ്ക് യു.